നമുക്കിവിടെ ടി ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണിക്കേണ്ടതെന്ന് അറിയോ? നമ്മളൊരു എപ്സിലോൺ റേഡിയസ് എടുത്തു. അതിനുള്ള ഐഗൺ വാല്യൂസ് ലാംഡ ഐകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സുകൾ ഉണ്ടാവില്ലേ? ഈ ഐഗൺ വെക്റ്റേഴ്സ് ഫൈനൈറ്റ് എണ്ണേ ഉണ്ടാവുള്ളൂ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, ഒരു എപ്സിലോൺ റേഡിയസിൻ്റെ ഉള്ളിലുള്ള ഐഗൺ വാല്യൂസ് ലാംഡായികൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സുകൾ നമ്മൾ എടുക്കുന്നു. ഇത് ഫൈനൈറ്റ് എണ്ണം ഉള്ളൂ എന്ന് നമുക്ക് കാണിക്കണം. അപ്പോൾ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് ചെയ്യുന്നത് നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു? ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട് നമ്മൾ എടുക്കുന്നു. കോൺട്രഡിക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയോ? നമ്മുടെ ടി കോമ്പാക്റ്റ് എന്ന നില തന്നിട്ടുണ്ട്. നമുക്കറിയാം കോമ്പാക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജിൽ ഒരു കോഷി സബ്സീക്വൻസ് വേണം. കോഷി സബ്സീക്വൻസ് എന്ന് പറയുമ്പോൾ അതിലുള്ള ആ സബ്സീക്വൻസിലുള്ള 2 എലമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ മോഡ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം? കൺവേർജിങ് ആയിരിക്കണം. ലെസ് ദാൻ ഒരു എലമെൻറ്റ് എന്ന് കിട്ടണം. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഓപ്പറേറ്റർ ടി ആണെങ്കിൽ ടി ഓഫ് ഇതിലുള്ള 2 എലമെൻറ്റ് ഞാൻ വൈ കെ ബൈ ലാംഡ കെ എടുക്കുന്നു. ഒരു എലമെൻറ്റ് ടി ഓഫ് വൈ എൻ ബൈ ലാംഡ എൻ എന്ന് എടുക്കുന്നു. ഇവിടെ ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയാൻ ലെസ് ദാൻ ഒരു എലമെൻറ്റ് എന്ന് കിട്ടണം. പക്ഷേ എനിക്ക് കിട്ടുക ഇവിടെ ഗ്രേറ്റർ ദാൻ 1/2 എന്നാണ്. അപ്പോൾ എന്തായി? ഇത് കോഷി അല്ല എന്ന് കിട്ടി. അങ്ങനെ കോഷി അല്ലെങ്കിൽ ഇതെന്താവില്ല, കോമ്പാക്റ്റ് ആവില്ല. ഇങ്ങനെയായി മെത്തേഡ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു വെക്കാം. ഇത് ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും ആയതുകൊണ്ട് എനിക്ക് ടി ഓഫ് എക്സ് ഐ = ലാംഡ എക്സ് ഐ എന്ന് പറയാൻ പറ്റും. ഇനി ഞാൻ x1 സ്പാൻ ചെയ്തിട്ടുള്ള എലമെൻസുകളെ ഞാൻ E1 എന്ന് വിളിക്കുന്നു. x1ഉം x2ഉം സ്പാൻ ചെയ്തിട്ടുള്ള എലമെൻസുകളെ ഞാൻ E2 എന്ന് വിളിക്കുന്നു. അങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ. ഇനി നോക്കിയേ, ഓരോന്നും ഫൈനൈറ്റ് ഡയമെൻഷൻ അല്ലേ? E1ൻ്റെ ഡയമെൻഷൻ എന്താ? 1 വരിക. E2ൻ്റെ ഡയമെൻഷൻ എന്താ? 2 വരിക. ഇത് ഫൈനൈറ്റ് ഡയമെൻഷനാണ്, അതുകൊണ്ട് തന്നെ ഇത് ക്ലോസ്ഡ് ആണ്. ഇത് ഇൻഫൈനൈറ്റ് ഡയമെൻഷനുള്ള ബനാക് സ്പേസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഏതാണെന്നറിയോ? നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇതൊരു EN എന്ന് പറയുന്ന ഒരു സബ് സ്പേസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ പോയി ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു YN എടുക്കുന്നു. ഈ YNഉം ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സബ് സ്പേസ് ഉണ്ട് EMഉം. ഈ YNഉം EMഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കും. ഈ പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്തിട്ടാണ് നമുക്കിതാ ഈ സംഭവം കിട്ടുന്നത്, ഈ 1/2 കിട്ടുന്നത്. അപ്പോൾ അതിനെ ഇപ്പോൾ ഇനി വൈ കെ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ കെ എന്ന് പറയുന്ന സബ് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ ഈ വൈ കെനെ എനിക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ AIXI വേർ I = 1 to k എന്ന് എഴുതിക്കൂടെ? XK എലമെൻസുകൾ സ്പാൻ ചെയ്തിട്ടാണല്ലോ വൈ കെ ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിൽ നോമിൻ്റെ വാല്യൂ 1 ആയിരിക്കണം എന്നുള്ളൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. നമുക്കിവിടെ യൂസ് ഇല്ല, പക്ഷേ ആ പ്രോപ്പർട്ടിയിൽ അങ്ങനെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ടി ഓഫ് വൈ കെ ബൈ ലാംഡ കെ മൈനസ് ടി ഓഫ് വൈ എൻ ബൈ ലാംഡ എന്ന് കാണണം. അപ്പോൾ അതിൽ ആദ്യം ടി ഓഫ് വൈ കെ ബൈ ലാംഡ കെ എന്താണെന്ന് നോക്കാം. ടി ഓഫ് വൈ കെ ബൈ ലാംഡ കെനെ എനിക്ക് എങ്ങനെ എഴുതാം? 1/λk ഇൻറ്റു ടി ഓഫ് വൈ എൻ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 1/λk ഇൻറ്റു ടി ഓഫ് വൈ എൻ എന്ന് പറയുമ്പോൾ വൈ എൻ എന്താ? സമ്മേഷൻ AIXI. ടി ഓഫ് സമ്മേഷൻ AIXI എന്ന് എഴുതാം അപ് ടു കെ. ഇതിൽ നിന്ന് എനിക്ക് സമ്മേഷൻ AI പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ? അപ്പോൾ സമ്മേഷൻ AI ടി ഇൻറ്റു ഞാൻ ടി ഓഫ് എക്സ് ഐ ഡിവൈഡ് ബൈ ലാംഡ കെ എന്ന് എത്തുന്നു. കുഴപ്പമില്ലല്ലോ. ടി ഓഫ് എക്സ് ഐ എന്താ? നമുക്കറിയാം ടി ഓഫ് എക്സ് ഐ എന്താ? ലാംഡ XI അല്ലേ? ടി ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് ലാംഡ XI ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ AI ലാംഡ XI ഡിവൈഡ് ബൈ ലാംഡ കെ എന്ന് എഴുതാം. എനിക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൂടെ K-1 വരെയുള്ള ടേം ഒന്നായിട്ടും കെൻ്റെ ടേം ഒന്നായിട്ട് എഴുതാം. അപ്പോൾ സമ്മേഷൻ K-1 AI ലാംഡ ബൈ ലാംഡ കെ XI ആയിട്ടും ഒരാളെ എഴുതാം. പ്ലസ് കെൻ്റെ എലമെൻറ്റ് വരുമ്പോൾ AI ലാംഡ കെ ഡിവൈഡ് ബൈ ലാംഡ കെ XI എന്ന് വരും. ഇതെന്താ വരിക? AIXI എന്നല്ലേ? AKXK എന്ന് വരില്ലേ? AKXK എന്ന് വരും. അപ്പോൾ നോക്കിയേ, ഈ ടേം എന്ന് പറഞ്ഞാൽ XI വരെയുള്ള എലമെൻറ്റിനെ സ്പാൻ ചെയ്തതാണ്. അപ്പോൾ ഇത് എവിടെ വരും? K-1 AKXK എവിടെ വരും? കെയിൽ വരും. കെയിൽ വരുന്ന ടേംസുകളെ നമ്മൾ എന്താ ചെയ്തത്? YK എന്ന് വിളിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ എനിക്കിതിനെ YK എന്ന് വിളിക്കാം. ഈ ടേമിന് എനിക്ക് എന്ത് വിളിക്കാം? ഞാനൊരു ZK, Y കഴിഞ്ഞിട്ട് Z ആണല്ലോ, ഒരു ZK എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ടി ഓഫ് വൈ കെ ബൈ ലാംഡ കെനെ ZK പ്ലസ് YK എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. അപ്പോൾ ഇതാ ഈ ടേമിനെ നമ്മളിനി എങ്ങനെ എഴുതുന്നു? ടി ഓഫ് വൈ കെ ബൈ ലാംഡ കെ മൈനസ് ടി ഓഫ് YN ബൈ ലാംഡ എന്നിനെ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ZK പ്ലസ് YK എന്ന് എഴുതാം. ZK പ്ലസ് YK മൈനസ് ZN മൈനസ് YN എന്ന് എഴുതാം. അല്ലെങ്കിൽ ഞാൻ YKനെ പുറത്തേക്ക് എഴുതുന്നു. YK പ്ലസ് ZK മൈനസ് ZN പ്ലസ് YN.
അങ്ങനെ എഴുതാം. ഇനി നോക്കിയേ, ഈ ടേമുകളൊക്കെ എവിടെ വരും? ഇ കെ -1 വരും. ഇതോ ഇ കെയിൽ വരും. ഇനി നമുക്കറിയാം ഇങ്ങനെ ഇ കെയിൽ ഇ കെ -1 വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 1/2 കൂടുതലാണ്. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾവേസ് 1/2 കൂടുതലാണ്. ഏത് രണ്ട് എലമെൻറ്റ് എടുത്താലും അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 1/2 കൂടുതലാണെന്ന് പറയുമ്പോൾ അതെന്തല്ല, കോഷി സബ്സീക്വൻസ് അല്ല. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ടി കോമ്പാക്റ്റ് അല്ല. കോൺട്രഡിക്ഷൻ ആയല്ലോ.